Hi everyone. ഇന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സീസ് ഞാൻ ഇതിന് മുമ്പും ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടിയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും ഒന്നും കൂടിയും ഒരു ഐഡിയ തരാം. നമ്മൾ എസ്സേനെ കുറിച്ചാണ്. റൈറ്റിംഗ് ആണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നത്. ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ IELTS എസ്സേസ് മൊത്തം ഡീൽ ചെയ്യണത് എന്താ പറയാ, ഈ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ലോക വിവരം കുറവല്ലേ. അവരേത് ഫീൽഡ് പഠിക്കണോ ആ ഫീൽഡിൽ അവർ എക്സ്പേർട്ടാണ്. നേരെ മറിച്ച് ഓൺ ദി അതർ ഹാൻഡ് ബാക്കി അവരുടെ ചുറ്റുപാടും എന്തൊക്കെയാ നടക്കണേന്ന് അവരെ വേറല്ല. അത് കാരണമാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എമ്മാതിരി ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ വരുന്നത്. ഏതൊരു സന്ദർഭം തരുമ്പോൾ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ അതിനെ സപ്പോർട്ട് അല്ലെങ്കിൽ നോട്ട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗം അത് അവതരിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്തിട്ട് വാദവും മത്സരവും ഒക്കെ ആയിട്ട് യു ഷുഡ് ഹാവ് പോയിന്റ്സ് ടു സപ്പോർട്ട് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഗ്രിയൽ നിങ്ങളുടെ ഡിസഗ്രിയലിനെ അത് സമർത്ഥിക്കാൻ ആ ഒരു വിവരം ഉണ്ടായിരിക്കണം. അത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുറവാണ്. അവരവരുടെ സബ്ജക്റ്റ് പഠിച്ച് അവരുടെ ആ ഒരു ഏരിയലിനെ കുറിച്ച് എന്ത് ചോദിച്ചാൽ പറയും. പക്ഷെ ലോകത്ത് എന്താ നടക്കണേ, ലോകം ത്തിന്റെ പൊല്യൂഷനും എൻവയറോൺമെന്റ് അതും നമ്മുടെ പ്രശ്നം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗവൺമെന്റ്, ദ ഗവൺമെന്റ് വിൽ ഡു ഇറ്റ്, അങ്ങനത്തെ ഉള്ളൊരു ചിന്താഗതിയാണ്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് റൈറ്റിംഗ് ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ റൈറ്റിംഗ് ഭയങ്കര ഈസി ഉണ്ടോ? ഞാൻ പറയട്ടെ. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പണ്ടത്തെ IELTS ഇപ്പൊ എൻ്റെ കുറെ സ്റ്റുഡൻസ് മിസ് ഞാൻ 2005 ചെയ്ത് 2006 ചെയ്ത് അതൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തിങ്സ് ആർ ചേഞ്ച്ഡ്. അന്ന് ആൾക്കാർ പുറത്തേക്ക് പോണത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോണ ആൾക്കാരുടെ ഫ്ലോ കുറവായിരുന്നു. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഫർദർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലേ മിക്ക ആൾക്കാരും ഒഴുകല്ലേ. ആക്ച്വലി ഇറ്റ് ഇസ് ഒഴുകുക, ഫ്ലോ ഓഫ് ആൾക്കാർ ഫ്രം ദ കൺട്രി ടു അതർ കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസിലേക്ക്. പല കാരണങ്ങളായിരിക്കാം അല്ലേ. എല്ലാത്തിൻ്റെ മെയിൻ ഇത് കാശാണ് അല്ലേ. എല്ലാത്തിൻ്റെ പിന്നിൽ കിടന്ന് അത് മാത്രം നമ്മൾ തുറന്ന് പറയാൻ പാടില്ല IELTS. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റില് ഇന്നത്തെ സന്ദർഭത്തിൽ IELTS ഈസ് റിയലി ഒരു വലിയ ത്രെട്ടോ അല്ലെങ്കിൽ ഭീഷണി പോലെ. എന്ന് പറഞ്ഞാൽ അത് പാസ്സായാൽ അതിൽ റിക്വയർഡ് സ്കോർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. എന്നാൽ ഇതൊരു IAS എക്സാമിനെ പോലെ പുകഞ്ഞ് തല ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം എസ്സേസ് അതുകൊണ്ട് ഇറ്റ് ഹാസ് കുറച്ചും കൂടി ഇംപ്രവൈസേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റാൻഡേർഡിലേക്ക് അത് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് പ്രോബ്ലത്തിന്റെ സ്റ്റാൻഡേർഡ് കൂടിയപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലും അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് കൂടി. ഇത്രയേ ഉള്ളൂ. ജനറലി രണ്ട് തരം എസ്സേസ് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെയാ പറയട്ടെ. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നോട് പറഞ്ഞ 12 തരം എസ്സേസ് ഉണ്ട്. 12 തരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ആൻഡ് എല്ലാത്തിനും ഓരോരോ രീതിയെ എഴുതണം. നമ്മൾക്കൊന്നും അത് ചെയ്യാൻ പറ്റൂലേ. ഇപ്പൊ ഞാൻ എന്താണെന്നറിയോ, എൻ്റെ സ്റ്റുഡൻസിന് കുറച്ചും കൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരുപോലെ എഴുതാം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ മിസ്സേ മാർക്ക് കിട്ടുമോ? എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നില്ലേ. 10 കൊല്ലായില്ലേ ഞാൻ, ഒന്നില്ലെങ്കിൽ 6 കൊല്ലായില്ലേ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത്. അത് 10 കൊല്ലം എന്ന് പറയുമ്പോൾ 4 കൊല്ലം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ടീച്ചറായിട്ട്. അവിടെ പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല, ടീച്ചറും പ്യൂണും പ്രിൻസിപ്പളൊക്കെ ഞാൻ തന്നെ, വൺ മാൻ ഷോ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഫോർമാറ്റിൽ പഠിപ്പിച്ച് തെറ്റുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് 8.5 അതൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ദ വേ ഐ ടീച്ച് ഇസ് കറക്റ്റ്. ആൻഡ് ഞാൻ എല്ലാ കൊല്ലം ഐ സീ ടു ഇറ്റ് ദാറ്റ് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. IDPയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഞാൻ എല്ലാ കൊല്ലം അറ്റൻഡ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയും. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക. സോ എസ്സേസ് രണ്ട് തരം എന്നാ ഞാൻ പറയുള്ളൂ. ഒരു തരത്തില് ദേ ഡു നോട്ട് ആസ്ക് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കൂല, ക്വസ്റ്റ്യനിലും ഉണ്ടാവില്ല. വേറൊരു തരത്തില് നിങ്ങളോട് നിങ്ങളുടെ ചോദ്യം, ദാറ്റ് ഈസ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും. ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിൽ യു ഉണ്ട്.
Discuss both the views and give your opinion. നിങ്ങളുടെ ഒപ്പീനിയൻ തരൂ. Do you agree or disagree? മനസ്സിലായോ? To what extent do you agree or disagree? അങ്ങനെ. അപ്പൊ ഈ രണ്ട് തരം, ഒന്നിൽ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും, ഒന്നിൽ ചോദിക്കില്ല. അപ്പൊ രണ്ട് തരം എസ്സേ, അഭിപ്രായം ചോദിക്കുന്നതും അഭിപ്രായം ചോദിക്കാത്തതും. ദാറ്റ് ഇസ് ജനറൽ എസ്സേ ആൻഡ് ഒപ്പീനിയൻ എസ്സേ. ആൻഡ് ഒപ്പീനിയൻ എസ്സേ എന്ന് പറഞ്ഞാൽ ഏത് ചോദ്യത്തിനെയും യു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ ഒപ്പീനിയൻ വരും. ആൻഡ് ഏത് ചോദ്യത്തിൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ജനറൽ എസ്സേ. അത്രയേ ഉള്ളൂ. ആൻഡ് ദ ഫോർമാറ്റ് ഇസ് ഓൾവേസ് ദ സെയിം. ഒറ്റ ഫോർമാറ്റേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുവിധം IELTS എഴുതുന്ന കുട്ടികൾ, മെജോറിറ്റി ഓഫ് ദ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിനോട് ടച്ച് വിട്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞവരായിരിക്കും. ഒന്നില്ലെങ്കിൽ നഴ്സുമാരായിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷൻ, ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ കയറിയ ആളായിരിക്കും. ഞാൻ +2 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ മെജോറിറ്റി, അവരല്ലാതെ മെജോറിറ്റി ആൾക്കാരും ഈ പഠിപ്പിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടതാണ്. പിന്നെ വീണ്ടും പഠിച്ച് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ജോലി സ്ഥലത്തിന്റെ ഹെഡേക്സും ഇതൊക്കെ, വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, അതൊക്കെ വെക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ഐ മേക്ക് തിങ്സ് മച്ച് ബെറ്റർ. എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസിയർ ആക്കും. അപ്പൊ ഒരു ഫോർമാറ്റേ ഉള്ളൂ, 4 പാരഗ്രാഫ്. നിങ്ങളുടെ എസ്സേക്ക് 4 പാരഗ്രാഫ് ഉണ്ടാവുക. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അതാണ് നിങ്ങളുടെ എസ്സേക്ക് 4 പാരഗ്രാഫ് ഉണ്ടാകുക. ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും ഇൻട്രൊഡക്ഷൻ. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ 2 ഭാഗമായിട്ട് എപ്പോഴും ചോദിക്കുള്ളൂ. എഗ്രി, ഡിസഗ്രി, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, 2 വ്യൂസ് ഒക്കെ 2 കഷ്ണങ്ങളായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഒരു കഷ്ണം ഒരു പാരഗ്രാഫിലും, രണ്ടാമത്തെ കഷ്ണം രണ്ടാമത്തെ പാരഗ്രാഫിലും, പിന്നെ കൺക്ലൂഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ആ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ കുറെ ആഡിങ്സും ആഡ് ഓൺസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വരുന്ന ക്ലാസ്, ഇനി വരാൻ പോണ സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഡീറ്റെയിൽഡ് വിത്ത് എക്സാമ്പിൾസ് തരാം. അപ്പൊ ക്വസ്റ്റ്യൻസ് പലതരം. സാധാരണക്കാരന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി. ഒപ്പീനിയൻ എസ്സേ ആണ്. ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി. എഗ്രി ഓർ ഡിസഗ്രി ഞാൻ എപ്പോഴും there are people who say, അതിൽ തെറ്റൊന്നുമില്ല. പീപ്പിൾ പറയും 100% എഗ്രി അല്ലെങ്കിൽ 100% ഡിസഗ്രി ചെയ്യാം. പക്ഷെ ഞാൻ അത് പറയില്ല. ഞാൻ അതൊരിക്കലും അഡ്വൈസ് ചെയ്യില്ല. എല്ലാത്തിനും അതിൻ്റെതായ എന്താ പറയാ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. മനസ്സിലായില്ലേ? സോ എപ്പോഴും അപ്പൊ എഗ്രി ഡിസഗ്രിയുടെ ചോദ്യം ചോദിക്കുന്നത് അവരെങ്ങനെയാന്ന് വെച്ചാല് ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷനോട് നിങ്ങൾ എഗ്രി, ഒരു സിറ്റുവേഷനേ ഉണ്ടാവുള്ളൂ. ഒരു സന്ദർഭം തന്നിട്ട്, ആ സന്ദർഭത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അവർ തരും. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പറയും, ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, ഡിസഗ്രി ചെയ്യുന്നത്. ചിലപ്പോൾ ചോദിക്കും ഡു യു എഗ്രി ഓർ ഡിസഗ്രി. ചിലപ്പോൾ മിക്കവാറും ചോദിക്കുന്നത് ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു എഗ്രി. അപ്പൊ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ എപ്പോഴും പറയാം, ഒരു 70-30 എന്ന് പറഞ്ഞാല് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഞാൻ ചിലപ്പോൾ എഗ്രി ചെയ്യും, ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഐ ഡിസഗ്രി. അത് ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഒരു വലിയ തോതിൽ ഞാൻ എഗ്രി, ഒരു വലിയ തോതിൽ ഞാൻ ഡിസഗ്രി. കാരണം ഒരു 70-30. അപ്പൊ അതില് എഗ്രിയൽ പോയിന്റ്സും എഴുതുന്ന ഒരു 30% ഡിസഗ്രിയലും. ഇഫ് ഇറ്റ് ഇസ് ഞാൻ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ 70% ഡിസഗ്രി പോയിന്റ്സും 30% അതിന്റെ എഗ്രിയൽ പോയിന്റ്സ്. ഇത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങനെയും കംപ്ലീറ്റ്ലി അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ. സോ 70-30 ആണ് ആ റേഷ്യോ. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ 80-20 ഒക്കെ വരാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. നമ്മൾ 100% അല്ലേ? അപ്പൊ ഞാനൊക്കെ പറയാം 100% പോണ്ട. സിഗരറ്റ് സ്മോക്കിംഗ് ചില സന്ദർഭത്തിൽ നമ്മൾക്ക് അതൊരു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അത് എപ്പോഴും ഉപകാരം എന്നല്ല. ദർ ആർ സ്മോക്കേഴ്സ് അല്ലേ? നമ്മളുടെ അടുത്ത് സ്മോക്കേഴ്സ് ഇല്ലാണ്ടിരിക്കുന്നില്ലല്ലോ. ഇന്നത്തെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ പീപ്പിൾ ഓൾവേസ് ആർ സോ സ്ട്രെസ്ഡ്. എല്ലാവരും, കുഞ്ഞുമക്കളടക്കം സ്ട്രെസ്ഡ് ആണ്. കുഞ്ഞുമക്കളടക്കം ചെറിയ എന്തൊക്കെ ഹോംവർക്ക് എഴുതി കഴിയുന്നില്ല, നാളെ ടെസ്റ്റ് പേപ്പർ. ഹോംവർക്ക് ഈ ടീച്ചേഴ്സ് എന്താ അവിടെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം എവിടേക്കാണ് പോണത്. ഹെൽ ലോട്ട് ഓഫ് ഹോംവർക്കും കൊടുക്കും, നാളേക്ക് ടെസ്റ്റ് പേപ്പറും വെക്കും. ഈ കുട്ടി എന്ത് ചെയ്യും?
അതിനിടെ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ 7 മണിയാവും. ഈ കുട്ടിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം കുട്ടികളും ടെൻസ്ഡ് ആണ്, വലിയവരും ടെൻസ്ഡാണ്, വയസ്സന്മാരും ടെൻസ്ഡാണ്, എല്ലാവരും ടെൻസ്ഡ്. ജനിച്ച വീണ കുട്ടികൾക്കും ടെൻസ്ഡ്, അമ്മ അടുത്തില്ലല്ലോ, എല്ലാവർക്കും ടെൻഷൻ. ഈ എല്ലാവർക്കും സ്ട്രെസ് പുറത്തേക്ക് വെന്റിലേറ്റ് ഔട്ട് ചെയ്യാൻ അവരുടേതായ മാർഗങ്ങൾ അവർ സെലക്ട് ചെയ്യും. പണ്ടത്തെ ഇപ്പൊ ഐ തിങ്ക് സിഗരറ്റ്, എനിക്ക് അറിഞ്ഞില്ല, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് സ്റ്റിൽ ദെയർ, ബട്ട് പീപ്പിൾ ഹാവ് സ്കിപ്ഡ് ഓൺ ടു കുറച്ചും കൂടി പുതിയ പുതിയ വേർഷൻസ് ലൈക്ക് കള്ളുകുടിയും ഡ്രഗ്സും അതും ഇതൊക്കെ. ആൻഡ് ഐ വുഡ് ഓൾവേസ് അഡ്വൈസ് അതിലേക്കൊന്നും പോവാതെ ഇരിക്കുക. ബട്ട് അഗെയിൻ ദർ ആർ പീപ്പിൾ ഹൂ ആർ ചെയിൻ സ്മോക്കേഴ്സ്. അങ്ങനെ അപ്പോൾ അവർക്ക് ടെൻഷൻ വരുമ്പോൾ മേ ബി ഒരു സൂസൈഡിന്റെ പക്കത്തിൽ നിൽക്കണ ഒരാൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ ആൻസൈറ്റി ആയിട്ട് ഡിപ്രഷനിലേക്ക് പോണ ആ വക്കില് ഒരു പഫ് സ്മോക്ക് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് അല്ലേ. അപ്പൊ അതാണ് ആ ഡിസഗ്രിയിൽ കൊടുക്കേണ്ടത്. എന്നാൽ സംടൈംസ് ഇറ്റ് മേ പ്രൂവ്. അത് വിചാരിച്ചെങ്കിൽ നിങ്ങൾ സ്മോക്കിങ്ങിലേക്ക് പോകണം എന്നല്ല പറഞ്ഞു, ഞാൻ ഉള്ള ആൾക്കാരുടെ പറയുന്നത്. ഇപ്പൊ മൈ ഫാദർ വാസ് എ ചെയിൻ സ്മോക്കർ ആൻഡ് ഐ എം സോറി ടു സേ ദാറ്റ് ആൻഡ് ഐ ലോസ്റ്റ് മൈ ഫാദർ ടു സിഗരറ്റ് സ്മോക്കിംഗ്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിൻ്റെ ആകെയുള്ള ഒരു കാരണം അച്ഛൻ ചെയിൻ സ്മോക്കർ ആയിരുന്നു. ആൻഡ് ഹി ഗോട്ട് ലങ്സ് ഒക്കെ ഇൻഫെക്റ്റഡും അതൊക്കെ ആയിട്ട് ലാസ്റ്റ്. സോ ചെയിൻ സ്മോക്കിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ. പക്ഷെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം പറയണല്ലോ, എല്ലാ ഭാഗവും നോക്കണല്ലോ നമ്മൾ. അപ്പൊ അതിൻ്റെ ഒരു ഭാഗം തന്നെ ദർ മേ ബി സ്മോക്കേഴ്സ് ഔട്ട് ദർ ഹു ആക്ച്വലി റിലൈ ഓൺ സ്മോക്കിംഗ് ഫോർ ദിയർ സ്ട്രെസ് റിലീഫിന് അവരത്. അപ്പൊ ആ ഒരു പോയിന്റ് എഴുതിയാൽ മതി, 90-10 അല്ലെങ്കിൽ 80-20 എഴുതാം, മനസ്സിലായില്ലേ. അപ്പൊ 70 ഇത്. സോ വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് എഗ്രി ഡിസഗ്രി. പിന്നത്തെ ഒരു സാധാരണ ചോദിക്കുന്നതാണ്, അവർ 2 സിറ്റുവേഷൻസ് തരും. സം പീപ്പിൾ ഇങ്ങനെ പറയും, സം പീപ്പിൾ അങ്ങനെ പറയും. ആൻഡ് ഡിസ്കസ് ബോത്ത് ദ വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. അപ്പൊ അത് രണ്ടും നമ്മൾ അവരുടെ കാഴ്ചപ്പാടിൽ ഡിസ്കസ് ചെയ്യണം. എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഒരാൾക്കാർ ഇങ്ങനെ പറയണത്, എന്തുകൊണ്ടാണ് കുറെ ആൾക്കാർ അങ്ങനെ പറയണത്. എന്താ പറഞ്ഞ ഒരു 2 പാരഗ്രാഫ് ഉണ്ടല്ലോ, ഒരു വ്യൂ, ഒന്നിൽ ഇതുകൊണ്ടാണ് അവർ അങ്ങനെ പറയണത്, ഇതുകൊണ്ടാണ് അവർ അങ്ങനെ പറയണത്. രണ്ടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ അഭിപ്രായം, മൂന്നാമതൊരു അഭിപ്രായം പറയും, ഇതിലത്തെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. അത് നമ്മൾ ഏകദേശം ഒരു 60-40 അങ്ങനെയൊക്കെ മതി. 50-50 ആയിട്ട് പാടില്ല. എന്ന് നമ്മൾ മനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ലാസ്റ്റിൽ പറയാം. അപ്പൊ സ്ട്രോങ് പോയിന്റ്സിന്റെ ആ ഒരു റേഷ്യോ വരുന്നത് 60-40 ആയിട്ട്. പിന്നെ ദെൻ കംസ്, ഇപ്പൊ യൂഷ്വലി ഇത് രണ്ടുമാണ് നമ്മുടെ ഒപ്പീനിയൻ. പിന്നെ വൈ ഇസ് ദിസ് ദ കേസ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ജനറൽ എസ്സേസിന്റെ ടൈപ്പാണ്. മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പ്രോസ്, കോൺസ്, കോസസ്, സൊല്യൂഷൻസ്, പ്രോബ്ലം സൊല്യൂഷൻസ്. Is it a positive development? Is it a negative development? Positive development, negative development ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഡെവലപ്മെന്റ് പറയുമ്പോൾ 70-30% എഴുതണം. ഓക്കെ. ഗുഡ് ബാഡ് ചോദിക്കുമ്പോഴും ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് ബാഡ്, ഇപ്പൊ നമ്മൾ പറയും ഇറ്റ് ഇസ് ഗുഡ്, അങ്ങനെയാകുമ്പോൾ 70-30 വെയിറ്റേജിൽ എഴുതണം. പുതിയൊരു ഫാഷൻ കണ്ടിരിക്കുകയാണ്, ഡു ദി അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഡിസ്അഡ്വാൻറ്റേജസ്. അതൊരു പുതിയ ട്രെൻഡാണ്, പുതിയ ന്യൂ ജെൻ ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ്, ഇപ്പൊ വെറും അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫിൽ അഡ്വാൻറ്റേജസ്, ഒരു പാരഗ്രാഫ് ഡിസ്അഡ്വാൻറ്റേജ് എഴുതിയാൽ മതി. എന്നാൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തരും, വിമൻ ആർ ഏർണിംഗ് മോർ ദാൻ മെൻ നൗ ഡേയ്സ്. അപ്പോ ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഡെവലപ്മെന്റ് ഓർ നെഗറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ഡെവലപ്മെന്റ്, നെഗറ്റീവ് ഡെവലപ്മെന്റ് 70-30 ആയിട്ട് എഴുതും. ഇനി അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഗ്ലോബലൈസേഷനെ കുറിച്ച് ചോദിക്കും. ഇന്നത്തെ കാലത്ത് ഗ്ലോബലൈസേഷൻ ഇസ് ബീങ് ഫോളോഡ് ഇൻ ദ വേൾഡ് ആൻഡ് ഡു ദി അഡ്വാൻറ്റേജസ് ഔട്ട്വേ ദ ഗ്ലോബലൈസേഷനിൽ കൾച്ചർ ആൻഡ് ട്രഡീഷനെ കുറിച്ച് പറയാം, ലാംഗ്വേജസിനെ കുറിച്ച് പറയാം. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്തിട്ട് ഒരു അഡ്വാൻറ്റേജ്, ഇതിന്റെ അഡ്വാൻറ്റേജ് ഔട്ട്വേ ദ ഡിസ്അഡ്വാൻറ്റേജസ്. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലത്തെ സെഷനിൽ ഞാൻ എടുത്തതാണ്, some countries rely on alternative sources of energy. Do the advantages of this outweigh the disadvantages? Outweigh എന്ന് പറഞ്ഞാൽ മറികടക്കുക, കൂടുതലാണോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ ചില രാജ്യങ്ങള് ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജീനെ പ്രൊമോട്ട് ചെയ്യുന്നു. അത് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജിനെ കൂടുതലാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. അപ്പൊ അപ്പൊ എന്താണ് അവിടെ അങ്ങനെ ചോദിക്കും. ഔട്ട് വേ എന്നുള്ളൊരു വാക്ക് വരുമ്പോ അത് 70-38 എഴുതണം. നിങ്ങൾ പറയണം, ഇപ്പൊ സപ്പോസിങ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് അഡ്വാൻറ്റേജസ് ആണ് കൂടുതലെങ്കിൽ അത് 70%ഉം ഡിസ്അഡ്വാൻറ്റേജസ് അപ്പൊ പറയണം അഡ്വാൻറ്റേജസ് ഡു ഔട്ട് വേ ദ ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനെ എഴുതണം. മനസ്സിലായത്? 70-38 എഴുതണം. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് സീൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു പുതിയ ഫാഷൻ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു രണ്ട് കഷ്ണമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാം. ചില കേസസിൽ ഇപ്പൊ 3 കഷ്ണങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 3 ബോഡി പാരഗ്രാഫ് ഇട്ടോ, ടോട്ടൽ 4 പാരഗ്രാഫ് ഓഫ് എസ് എക്ക് പകരം 5 പാരഗ്രാഫ് എഴുതാം. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ why is this, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, സം കൺട്രീസ് റിലൈ ഓൺ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് അല്ലെങ്കിൽ പ്രൊമോട്ട് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി ഓവർ ഫോസിൽ ഫ്യൂവൽസ്. വൈ ഈസ് ദിസ് ദ കേസ്, എന്തുകൊണ്ടാണ് ഈ കാരണം? ആൻഡ് ഡു ദ അഡ്വാൻറ്റേജസ് ഔട്ട് വേ ദ ഡിസ്അഡ്വാൻറ്റേജസ്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് ഒരു പാരഗ്രാഫില് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങള് ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, കാരണങ്ങൾ എഴുതണം. അടുത്ത പാരഗ്രാഫില് നിങ്ങൾ രണ്ടും ഒരുമിച്ച് എഴുതാം. പോസിറ്റീവ് നിങ്ങൾ അപ്പൊ പറയും അത് പോസിറ്റീവ് ഡെവലപ്പ് അഡ്വാൻറ്റേജസ് ഔട്ട് വേ ദ ഡിസ്അഡ്വാൻറ്റേജസ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്റെ കാഴ്ചപ്പാടിൽ അഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞാല് ഫോസിൽ ഫ്യൂവൽസിനെക്കാട്ടും എത്രയോ നല്ലത് തന്നെയാണ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി. അപ്പൊ അഡ്വാൻറ്റേജസ് ഇതുകൊണ്ടാണ്. ആൻഡ് ഒരു സെന്റൻസ് മാത്രം ഡിസ്അഡ്വാൻറ്റേജ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് 100% പ്രകൃതിനെ റിലയബിൾ അല്ല അല്ലെ, അതും. ആൻഡ് ബിക്കോസ് 100% ഇത് ചെയ്യുമ്പോൾ ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോസ്റ്റ്ലി അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ലൈനിൽ എഴുതിയതിന് ശേഷം and then you can just clearly see that the advantages outweigh the disadvantages. നേരെ മറിച്ച് നിങ്ങളോട് ഈ why is this the case ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഡു ദി അഡ്വാൻറ്റേജസ് ഔട്ട് വേ ദ ഡിസ്അഡ്വാൻറ്റേജ് അത് മാത്രമാണ് ചോദിച്ചെങ്കിൽ ഒരു പാരഗ്രാഫിൽ 70% അഡ്വാൻറ്റേജസും അടുത്ത പാരഗ്രാഫിൽ ഡിസ്അഡ്വാൻറ്റേജ് എഴുതണം. മനസ്സിലായി? ഇനി ഞാനൊരു നേരത്തെ ഒരു കാര്യം പറഞ്ഞു 5 പാരഗ്രാഫ് ആയിട്ട് എഴുതാന്ന്. നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം why is this the case എഴുതാ, പോസിറ്റീവ് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് എഴുതാ 70%, 30% ഡിസ്അഡ്വാൻറ്റേജ് എഴുതാ, കൺക്ലൂഷൻ എഴുതാ. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. So these are the things that you have to keep in mind before starting to write an essay. ഏതൊക്കെ തരം ഇപ്പൊ ഇത് ഒരു എൻ്റെ ക്ലാസ്സിൽ വരുമ്പോ ഐ ഡു ഗിവ് ട്രെയിനിങ് ഈ ക്വസ്റ്റ്യൻസിന്റെ തിരിച്ചും മറിച്ചും. അത് കാരണം അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും മാം റൈറ്റിംഗിന് പോയിന്റ്സ് കിട്ടിയില്ലാന്നോ അല്ലെങ്കിൽ റൈറ്റിംഗിന് എഴുതാൻ മനസ്സിലായില്ലെന്ന്, ബിക്കോസ് ഐ മേക്ക് ദം ഡു ഇറ്റ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. ടൈം മാനേജ്മെന്റ് ഒക്കെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുകയാണ്. സോ അഗെയിൻ ഇഫ് യു വാണ്ട് ടു ജോയിൻ മൈ ക്ലാസ്സസ് ഞാൻ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഒക്കെ വെക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് അടുത്ത സെഷൻസിൽ ഞാൻ അഗെയിൻ ഒരു എസ്സേ ഡിസ്കസ് ചെയ്യാം with yeah, so keep in touch. Thank you.